നമസ്കാരം. ഇന്ന് നടന്ന 5ാം ക്ലാസ്സിന്റെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ ചോദ്യങ്ങളും അവയിലെ 1 മാർക്കിന്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രവർത്തനം 1 വായിക്കാം, എഴുതാം. ഗദ്യഭാഗം വായിക്കുന്നില്ല. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. എ ക്വസ്റ്റ്യൻ: വീണു പോകുമോ എന്ന് അമ്മ പക്ഷി ഭയക്കാൻ കാരണം? ഉത്തരം ഓപ്ഷൻ സി ആയിരുന്നു, മരം ഉലയുന്നതിനാൽ എന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ബി ക്വസ്റ്റ്യൻ നോക്കാം. അമ്മ പക്ഷിയുടെ ഉള്ളിൽ വീശിയ കൊടുങ്കാറ്റ് എന്തായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആയിരുന്നു, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ. സി ക്വസ്റ്റ്യൻ: അമ്മ പക്ഷിയുടെ ചിറകിന് ബലം പകർന്നത് എന്ത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കുഞ്ഞുങ്ങളോടുള്ള വാത്സല്യം. ഡി ക്വസ്റ്റ്യൻ: അമ്മ പക്ഷിയുടെ മനസ്സിലെ വേവലാതികൾക്ക് കാരണം? നമുക്ക് 4 കാരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവ ഓരോന്നും പരിശോധിച്ച് നോക്കാം. എ കൊടുത്തിട്ടുള്ളത് കൂട്ടിലെ ചിറകു മുളയ്ക്കാത്ത 3 കുട്ടികൾ ഒറ്റയ്ക്കാണെന്ന ചിന്ത. അത് ശരിയായിട്ടുള്ളതാണ്. ഇനി ബി, അച്ഛൻ പക്ഷിയും ദൂരെയാണല്ലോ എന്ന ചിന്ത. അതും ശരിയായതാണ്. ഇനി സി കൊടുത്തിട്ടുള്ളത് കാറ്റും മഴയും തുടരുന്നതിനാൽ കൂട്ടിലേക്ക് പറക്കാനാകാത്തത്. അതും ശരിയായതാണ്. ഇനി ഡി നോക്കാം. കൂട്ടിൽ കുഞ്ഞുങ്ങൾ സുരക്ഷിതരായതുകൊണ്ട്. അത് വേവലാതിക്ക് തെറ്റായി കൊടുത്തിട്ടുള്ള ഒരു കാരണമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ശരിയായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ഓപ്ഷൻ എന്നത് 4ാമത്തെ ഓപ്ഷൻ ആയിരുന്നു. എയും ബിയും സിയും ശരി എന്നതാണ്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലോട്ട് പോകാം. കാറ്റും മഴയും നിലച്ചു, കാരണം എന്താവാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ സി ആയിരുന്നു, അമ്മ പക്ഷിയുടെ നോവുന്ന പ്രാർത്ഥനയാൽ എന്നതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി 2ാമത്തെ പ്രവർത്തനത്തിൽ 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എ ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ, സി ക്വസ്റ്റ്യൻ. ഇതിൽ എ ക്വസ്റ്റ്യൻ എന്നത് ഡയറി കുറിപ്പ് തയ്യാറാക്കാനാണ്. നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. 2 പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. പ്രസ്താവന 1: മുത്തശ്ശിയുടെ ചുംബനത്തിന് ഒരു ഇളം ചൂടാണ്. പ്രസ്താവന 2: ഉറങ്ങാനുള്ള എന്തോ മയക്കുവിദ്യയുണ്ട് മുത്തശ്ശിയുടെ ചുണ്ടിൽ. ഇതിൽ ശരിയായ പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്നത് ഓപ്ഷൻ സി ആണ്, പ്രസ്താവന 1ഉം 2ഉം ശരി എന്നതായിരുന്നു. 2ൽ സി ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. മല പോലെ മുന്നിൽ കിടന്ന ധാന്യ കൂമ്പാരത്തിന് മുമ്പിൽ ഇരുന്ന് സൈക്കെ പൊട്ടിക്കരഞ്ഞു. കാരണം ഭാരിച്ച ആ ജോലി മാസങ്ങൾ കൊണ്ടുപോലും ചെയ്തു തീർക്കാൻ കഴിയില്ല എന്ന് അവൾക്ക് മനസ്സിലായി. ഇതിൽ അനുയോജ്യമായിട്ടുള്ള ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആയിരുന്നു. കാര്യവും ശരിയാണ്, കാരണവും ശരിയാണ്. ഇനി നമുക്ക് 3ാമത്തെ പ്രവർത്തനത്തിൽ 2 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും. അതിൽ എ ക്വസ്റ്റ്യൻ എന്നത് കഥാപാത്ര പരിചയവും ബി ക്വസ്റ്റ്യൻ എന്നത് വിശകലന കുറിപ്പുമായിരുന്നു. ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതിയാൽ മതിയായിരുന്നു. ഇനി നമുക്ക് 4ാമത്തെ പ്രവർത്തനം നോക്കാം. 4ാമത്തെ പ്രവർത്തനത്തിലും 2 ചോദ്യങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. എ ക്വസ്റ്റ്യൻ എന്നത് അഭിപ്രായക്കുറിപ്പും ബി ക്വസ്റ്റ്യൻ എന്നത് താരതമ്യക്കുറിപ്പുമായിരുന്നു. ഇതിൽ ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതിയാൽ മതിയായിരുന്നു. ഇനി 5ാമത്തെ പ്രവർത്തനം എന്നത് ആസ്വാദനക്കുറിപ്പായിരുന്നു. 6ാമത്തെ പ്രവർത്തനം കത്തുമായിരുന്നു. ഈ 5ാമത്തെ പ്രവർത്തനവും 6ാമത്തെ പ്രവർത്തനവും നിർബന്ധമായി എഴുതേണ്ടവയായിരുന്നു. ഇത്രയുമായിരുന്നു നമ്മുടെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.